ഞാൻ കോഴിക്കോട് 1 മണിക്കൂർ കല്ലായി പാലത്തിൻ്റെ അവിടെ ഒരു ക്ലബ്ബിൽ കയറിയിട്ട് മഹാനായ ബാബുരാജ് സംഗീതം വായിക്കുക. ഞാൻ 2 മിനിറ്റ് എനിക്ക് ഹാർമോണി തന്നു. 15 മിനിറ്റ് കൊണ്ട് ഹാർമോണി ഞാൻ പഠിക്കുകയും ചെയ്തു. 15 നാടകത്തിൽ ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. 5 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ നമ്മുടെ കലാപ്രകടനമാണ്. ആറാമം മറ്റ് സ്വർഗത്തിൽ പോകാത്ത പരിപാടിയൊന്നുമല്ല. വേർത്തോൾ സിനിമയിൽ അഭിനയിച്ച് മുഹമ്മദ് റാബി ഇപ്പോൾ സ്വർഗത്തിലുള്ളത്, പ്രേം നസീർ സ്വർഗത്തിലുള്ളത്. ഇല്ലാ നിങ്ങൾക്ക് പറയാൻ കഴിയോ? അപ്പൊ സ്വർഗം വരുന്നത് അല്ല രേഖപ്പെടുത്തുന്നത് അല്ലാൻ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, സുഖമില്ലാത്ത കാരണം കൊണ്ട് 2 ദിവസമായിട്ട് വീഡിയോകളൊന്നും കൃത്യമായിട്ട് വന്നിട്ടില്ല. ഇത് വടിത്തങ്ങളാണ്. വടിത്തങ്ങൾ ഇപ്പോൾ കുരുവട്ടൂരികളുടെ വലിയ ഷെയ്ഖാണ് എന്നുള്ളതാണ് അറിവ്. കുരുവട്ടൂരികൾ ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കുരുവട്ടൂരികളുടെ ഷെയ്ഖായ ഒരു മുസ്ലിയാർ അതിൻ്റെ ഒപ്പം ഇരിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞ വിവരക്കേടുകൾ എത്രത്തോളം ഉണ്ട്. നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ആളുകൾക്ക് മുൻപിലേക്ക് കാണിക്കുമ്പോൾ ഇത് കുറ്റം പറയലുകളാണ് എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. വടിത്തങ്ങൾ പറയുന്നത് 5 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, നാടകങ്ങൾക്ക് സംഗീതം ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ വേറെയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് പ്രേം നസീർ ഇപ്പം സ്വർഗത്തിലാണ്. അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന്. അല്ലാന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റൂല. ആണ് എന്ന് പറയാൻ പറ്റുമോ? ഇത്രയും നാളും പ്രായമായാലോ ഇതുപോലെ വിവരക്കേടും പറഞ്ഞു നടക്കണ വടിത്തങ്ങളെ അല്ലേ ഒരു വടിയും കുത്തിയിട്ട് എവിടെയെങ്കിലും ഒരു മൂലക്ക് ഇരുന്നിട്ട് ദിക്റും സലാത്തും ചൊല്ലേണ്ട സമയമായില്ലേ അല്ലേ? അല്ല, ദിക്റും സലാത്തും എല്ലാവരും എല്ലാ സമയത്തും ചൊല്ലേണ്ടതാണ്. പ്രിയമുള്ളവരെ, ഇത് ഇസ്ലാമിൻ്റെ പ്രത്യേകമാക്കപ്പെട്ട ഒരു വിഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആളുകളെ, തൗഹീദൊക്കെ പറയുന്ന ആളുകളെ വളരെ മോശമായിട്ട് പല പേരിട്ട് വിളിക്കുന്ന, പല ആരോപണങ്ങൾ ആരോപിക്കുന്ന, സ്വർഗത്തിലെ നായക്കളാണ് എന്ന് പോലും പറയുന്ന അത്തരത്തിലുള്ള ആരോപണങ്ങൾ വരെ നടത്തുന്ന ആളുകളിൽപ്പെട്ട ആളാണ് അയാൾ. പറയുന്നത് പ്രേം നസീർ സിനിമയിൽ അഭിനയിച്ച ഒരാളാണ്. അയാളെ അങ്ങോട്ട് സ്വർഗത്തേക്ക് ഉന്തിത്തള്ളണ്ട, അയാൾ പോകുകയാണിച്ച പോട്ടെ. അയാൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് തീരുമാനിക്കാൻ വടിക്കാരാണ് അല്ലേ അനുവാദം തന്നത്. പ്രിയമുള്ളവരെ, ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്, കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. ഇതുപോലെയുള്ള വടികൾ നമ്മുടെ ഉമ്മത്തിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഉമ്മത്തിനൊന്നും പറ്റൂല. ഉമ്മത്തിലുള്ള അന്ധവിശ്വാസികളായ ചില ആളുകളുണ്ട്. ഒരന്തവും കുന്തവും അല്ലാതെ ഇതുപോലെയുള്ള വിടുവായന്മാരുടെ പിന്നാലെ നടക്കുന്ന കുറേ ആളുകളുണ്ട്. ചിന്തിക്കേണ്ടതുണ്ട്. ഇത് പറയുന്നത് പല ആളുകളും പറയും കുറ്റം പറയാൻ വേണ്ടിയാ എന്ന് പറയും. ഇത് കുറ്റമല്ല.